ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞൊക്കെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, ഇന്ന് സ്കൂൾ തുറക്കുക, ജൂൺ 3 ഇന്ന് സ്കൂൾ തുറക്കുകയാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയി നിൽക്കുകയാണ് സ്കൂളിൽ പോകാൻ. അപ്പോൾ ഫസ്റ്റ് ഡേ ആണ്, ഞാൻ റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കുട്ടികളുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഇന്ന് ഉച്ച വരെയുള്ളൂ, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഉച്ച വരെയുള്ളൂ, 1:30 വരെയുള്ളൂ. ഫുഡ് വീട്ടിൽ വന്നിട്ടാണ് കഴിക്കുന്നത്, കൊണ്ടുപോകണില്ല. അപ്പോൾ ഇന്ന് കിച്ചുമോളുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. സ്കൂൾ തുറന്നു. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് എടുത്തിരുന്നു കേട്ടോ. ഞാൻ ചോറൊക്കെ പാത്രത്തിലാക്കിയിരുന്നു. അപ്പോൾ ഇന്ന് 1:30 വരെ ഉള്ളൂ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് കുട്ടികളെ വിടുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അവളെ ഫ്രണ്ട്സൊക്കെ ഇന്നലെ തീരുമാനിച്ചു ഫുഡൊന്നും എടുക്കണ്ട എന്നുള്ളത്. അങ്ങനെ ഫുഡ് കൊണ്ടുപോകണില്ല, വെള്ളം, ബാഗ് റെഡി ആയില്ലേ. കിച്ചുമോളെ എന്താണ്, എക്സൈറ്റ്മെൻറ്റിലാണോ? എന്താ പറയൂ, ഫസ്റ്റ് ഡേ സ്കൂളിൽ പോണതിൻ്റെ ഒരു ഈ 2 മാസം പെട്ടെന്ന് പോയി. പക്ഷെ 2 മാസം പെട്ടെന്ന് 2 വർഷം പോലെ തോന്നുന്നു. പെട്ടെന്ന് പോയി. പക്ഷേ അവർക്ക് സ്കൂളിൽ വെച്ച് നോക്കുമ്പോൾ പതുക്കെയാണ് സ്ലോവായിട്ടാണ് പോയത് തോന്നുന്നത് അല്ലേ. പെട്ടെന്ന് സ്കൂൾ തുറക്കാനത് കാരണം അവിടെയുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും കുറച്ച് ദിവസം വീട്ടിലിരിക്കുമ്പോൾ തന്നെ അവർക്ക് മതിയാവുമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് എന്താ പറയുക, സ്കൂളിലേക്ക് അപ്പോൾ ഇതാ കിച്ചുമോള് ഇന്ന് ഉച്ചവരെ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ക്ലാസ്. പക്ഷെ ആ ഒരു സമയം വരെ ലൂക്കേനെ മിസ് ചെയ്യുമല്ലോ എന്നും പറഞ്ഞിട്ട് അവനെ പിടിച്ച് ഭയങ്കര കൊഞ്ചിക്കലാണ്. അവനാണെങ്കിലോ അവന് ഭയങ്കര ഇഷ്ടം, അവനെ എടുത്തുകൊണ്ട് നടക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ എന്നോട് പറയാം, പുറത്ത് വെയിലുണ്ട്, ചെറിയ കുട്ടികളെ രാവിലെ ഇങ്ങനെ എണീറ്റിട്ട് വെയിലൊക്കെ കൊള്ളിക്കുമല്ലോ, അപ്പോൾ അതേപോലെ ഞാൻ ഇവനെ ചെയ്യട്ടെ എന്നും പറഞ്ഞാൽ അതിനെ ചെയ്യാം. അതാണെങ്കിൽ എല്ലാത്തിനും നിന്ന് കൊടുക്കുകയും ചെയ്യും കേട്ടോ. ഭയങ്കര കൊഞ്ചിക്കാൻ നിന്ന് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ നേരം അവൻ്റെ കൂടെ കളിക്കുകയാണ്. പിന്നെ അവർക്ക് ഇവിടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എന്താ പറയുക, 10 മണിക്കാണ് ക്ലാസ്, ഒരു 9:45 ഇറങ്ങിയാൽ മതി. അങ്ങനെ ഒരു 35-40 ആകുമ്പോൾ തന്നെ അവർക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ, 9:35 ആകുമ്പോൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരം വന്നിട്ടുള്ള വീഡിയോസും കൂടിയാണ് ഇതിലൊന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മട്ടേരിയൊക്കെ ആയതുകൊണ്ട് ചോറ് വെച്ചിട്ട് ആർക്കും വേണ്ട. പിന്നെ അത് കളയാനൊന്നും പറ്റില്ലല്ലോ, അരി നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ്. അപ്പോൾ കുറേശ്ശെ അതൊക്കെ തന്നെ ഇട്ടിട്ട് ചോറ് വെക്കുകയാണ്. പക്ഷെ രാവിലെ എത്രയാണോ കുറച്ചിട്ടാൽ പോലും വൈകുന്നേരം വരുമ്പോൾ അതേപോലെ അത് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് തത്ത പറയാണ് അവക്കാണ് തീരെ വേണ്ടാത്തവിടെ. ഞാനും കിച്ചുമ്പോഴൊക്കെ പിന്നെ അതൊക്കെ ചോറൊക്കെ കുറേശ്ശെ എടുത്ത് കഴിക്കും. കഞ്ഞിയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനിത് കുറച്ച് തന്നെ ഉണ്ടാക്കിയുള്ളൂ, അതൊരു അതേപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ആരൊന്നും കഴിച്ചില്ലേന്ന് ആണ് കേട്ടോ. ഇതാ ഒരാളവിടെ ബ്രെഡ് പൊരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തു, അപ്പോൾ അവൾ ചെയ്യുന്നുണ്ട്. പിന്നെ കിച്ചുമോള് ഇതാ ഞാൻ വന്ന സമയം മുതൽ പുസ്തകങ്ങൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ കാകെ പൊതിഞ്ഞ് തന്നെ പൊതിഞ്ഞു കേട്ടോ. എൻ്റെ കുട്ടി എല്ലാം പൊതിഞ്ഞുണ്ട്. ഇതിപ്പോൾ നോട്ട്ബുക്ക് വന്നപ്പോൾ കൊടുന്നു. ടെക്സ്റ്റ് ബുക്ക് അവർക്ക് ഇന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. യെസ്, ഇപ്പോൾ വരാം. പഞ്ചസാരയൊക്കെ പൊടിച്ചിട്ട് ആ പ്ലേറ്റിലിട്ടില്ലേ, പഞ്ചസാര പൊടിച്ചിട്ടൊരു പ്ലേറ്റിലിട്ടില്ലേ, അതിലേക്ക് ആ മുട്ട മിക്സ് ചെയ്തും കൂടെ ഒഴിച്ചു കൊടുക്കേ നന്നായിട്ട്. അപ്പോൾ കിച്ചുമോള് പുസ്തകമൊക്കെ പൊതിയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ വലിയ ആൾ ഞാൻ പറഞ്ഞല്ലോ ബ്രെഡ് പൊരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു പഞ്ചസാരയും ഏലക്കായൊക്കെ ഞാൻ പൊടിച്ച് വെച്ചോളാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല, ഒന്നും ചെയ്യാൻ അയച്ചില്ല. പക്ഷേ ബ്രെഡ് ഞാൻ തന്നെ പൊരിക്കേണ്ടി വരും. ബാക്കിയുള്ള മുട്ടയൊക്കെ ഒന്ന് മിക്സിയിൽ അടിച്ച് വെച്ചു, പഞ്ചസാരയും ഏലക്കായൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി അവൾ വെച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ 2 കടല തന്നെയൊന്ന് വെച്ചു കത്ത. അപ്പോൾ അതൊക്കെ വായിലിട്ടിട്ട് ഞാൻ വെള്ളം കുടിക്കുമായിരുന്നു. അപ്പോൾ വെള്ളം എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ തണുത്ത വെള്ളം തന്നിട്ടുള്ളത്. ഈ മക്കൾക്കാണെങ്കിൽ ഐസ് കട്ടിയൊക്കെ വായിലിട്ടുള്ളത് കേട്ടോ അവർ. എനിക്കാണെങ്കിൽ നല്ല ഒരു ചെറിയ തണുപ്പുണ്ടാവാനേ പാടുള്ളൂ. ഓവർ തണുപ്പായാൽ പല്ല് ഭയങ്കരമായിട്ട് ഒരു പുളിപ്പ് വരും. അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞു. കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് ബാക്കി അവിടെ തന്നെ വെച്ചു. എനിക്ക് അങ്ങനെ തണുപ്പോടെ ഒന്നും കുടിക്കാൻ വയ്യ, ഇഷ്ടമല്ല അങ്ങനെ ഒരുപാട് തണുപ്പ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ബ്രെഡ് പൊരിക്കുന്ന ഡ്യൂട്ടി പിന്നെ എൻ്റേതാവും. ബാക്കി അവളൊക്കെ സെറ്റാക്കി തന്നിട്ട് പോയി കേട്ടോ.
പിന്നെ കിച്ചുമോള് അവളുടെ പുസ്തകമൊക്കെ അവൾ ടെക്സ്റ്റ് പുസ്തകമൊക്കെ അവൾ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ. നോട്ട് ഞാൻ അന്ന് വൈകുന്നേരം വന്നപ്പോൾ കൊണ്ടുവന്നു. അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ ടെസ്റ്റ് കിട്ടിയിട്ട് അപ്പോൾ നോട്ട്ബുക്കൊക്കെ വാങ്ങിയിട്ട് വരണേ എന്നുള്ളത്. അപ്പോൾ നോട്ട്ബുക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതിയുടെ ഡ്യൂട്ടി എന്തായാലും അവൾ ചെയ്തതുകൊണ്ട് ഇപ്രാവശ്യം അത് ചെയ്യാതെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാം ഞാൻ തന്നെ അതും ഞാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ കുട്ടികളും അവർക്ക് അറിയുന്ന പണികളൊക്കെ അവരെടുക്കട്ടെ, അത് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക അല്ലേ. പിന്നെ കുക്കിംഗ് ചെയ്യണത് കഴിയണം ഞാൻ അവരെ ചെയ്യാനും സമ്മതിക്കില്ല. കാരണം ഗ്യാസിൻ്റെ അടുത്ത് നോക്കുമ്പോൾ അതൊരു പേടിയാണ് കേട്ടോ. കയ്യോ കാലം എവിടെയെങ്കിലും പൊള്ളിയാലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ അവരോട് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറയും എപ്പോഴും. അപ്പോൾ ഞാൻ എന്തായാലും ഈ ബ്രെഡൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ എന്തായാലും അവർ ബ്രെഡ് പൊരിക്കാൻ പറഞ്ഞപ്പോൾ അതൊക്കെ പൊരിച്ചിന്. ഇപ്പോൾ എന്താ അവിടെ കഴിക്കണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ മട്ടേരി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പച്ചരി വെച്ചിട്ട് സോയാബീൻ വെച്ചിട്ട് അവർക്ക് മല്ലിച്ചപ്പും പുതിയനൊക്കെ ഇട്ട് അങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മല്ലിയിലൊക്കെ എപ്പോഴും കൊണ്ടുവന്ന് വെക്കണതാണ് കേട്ടോ. എന്നാൽ അവർക്ക് എന്താണോ വേണ്ട അത് കഴിക്കട്ടെ എന്ന് വിചാരിക്കും. അല്ലാതെ ചോറിനെ കഴിക്കട്ടെ വിചാരിച്ച് എന്നാൽ ചിലപ്പോൾ ചോറ് വെച്ച് അതുപോലെ ഇരിക്കും. പിന്നെ രാവിലെ അത് കൊണ്ടുപോയിട്ട് ആ കാടിപ്പാത്രത്തിൽ ഇടേണ്ടി വരും. പിന്നെ അധികമൊന്നും വെക്കണമില്ല, കുറേശ്ശെ തന്നെ വെക്കണുള്ളൂ. കഞ്ഞിയാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ. ചോറ് ഒന്നാമത് ആ ഒരു റൈസ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും വല്ലാണ്ട് ഇഷ്ടമില്ലാത്തൊരു ഒന്നാണ് അല്ലേ. കഞ്ഞി എല്ലാവർക്കും ഇഷ്ടമെന്ന് പറയണേയും കേട്ടിട്ടുണ്ട്. ചോറ് ആ ഒരു ചോറിനോട് ഏത് കറി കൂട്ടി കഴിച്ചാലും ഒരു ടേസ്റ്റ് തോന്നാത്ത പോലെയാണ്. പക്ഷേ ചില ആളുകൾക്ക് മട്ടേരി ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അധികമൊന്നുമില്ല കേട്ടോ, കുറച്ചൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് 2-3 കിലോനേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തീർന്നിട്ടേ വേറെ അരി വാങ്ങിക്കണുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അത് വെറുതെ നമ്മൾ കളയണമല്ലോ. അപ്പം അങ്ങനെ വെറുതെ കിട്ടുന്ന സാധനം അല്ലല്ലോ ഇതൊന്നും. അപ്പോൾ എന്തായാലും കുറേശ്ശൊക്കെ വെച്ചിട്ട് അതൊക്കെ കുറേശ്ശെ കഴിച്ച് അങ്ങനെയൊക്കെ ശീലിക്കണമല്ലോ അല്ലേ. എല്ലാം നമ്മൾ ശീലിച്ച് വരണമല്ലോ. കാരണം ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കുഞ്ഞു നമുക്ക് പറ്റൂല എന്ന് പറയുന്ന കാര്യങ്ങളും കുറേശ്ശൊക്കെ നമ്മളൊന്ന് ശ്രമിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ ശ്രമിച്ചു വെക്കുക. പൂർണ്ണമായിട്ടുമല്ല, നമുക്ക് പറ്റാത്ത തന്നെ നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് ചെയ്യണം എന്നല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ ഒക്കെ എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ ഓരോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുക്കിങ് കഴിഞ്ഞു, ക്ലീനിങ് കഴിഞ്ഞു. ഇനി സിങ്കൊക്കെ ഒന്ന് കഴുകിയിട്ടതിന് ശേഷം എനിക്ക് കുളിക്കാൻ വേണ്ടി കയറണം. അപ്പോൾ കുളി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ വയ്യല്ലോ വിചാരിച്ചിട്ടാണ്. ചില സമയത്ത് വന്നാൽ പെട്ടെന്ന് കുളിക്കാൻ കയറും കേട്ടോ. അപ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അവിടെ കൊണ്ടുപോയിടട്ടെ. തപ്പിതാ ഞാൻ കുറച്ച് വേസ്റ്റ് പാത്രം കഴുകാൻ വന്നപ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടെന്ന് മാറ്റി വെച്ചത്. അതൊക്കെ ഇനി ഒന്ന് പുറത്ത് കൊണ്ടുപോയിടട്ടെ. കാടിപ്പാത്രത്തിലുണ്ട്, അതിലിടും. ബാക്കി അവിടെ കളയാനുള്ളതാണെങ്കിൽ അത് അങ്ങോട്ട് കൊണ്ടുപോയി കളയുകയും ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ കുളിക്കാൻ വേണ്ടി പോവാൻ. അപ്പോൾ കിച്ചുമോളെ പുസ്തകം പൊതിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അവിടെ. അപ്പോൾ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുളിക്കട്ടെ. കുളിച്ചിട്ട് വന്നിട്ട് കാണാം കേട്ടോ. ഒരാൾ ഇരിക്കുന്നുണ്ട്. ലുക്ക കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. എന്താ ലുക്ക അമ്മ ശക്തി മഞ്ഞി ചേച്ചീൻ്റെ ബുക്ക് പൊതിയലൊക്കെ കഴിഞ്ഞാ? ലുക്ക ചേച്ചീൻ്റെ ബുക്ക് പൊതിയലൊക്കെ കഴിഞ്ഞാ? ഇനി എടുക്കാനുള്ളൊരു തന്ത്രപ്പാടിലാണ് ആശാന്. പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ടെസ്റ്റ് നോട്ടും പൊതിഞ്ഞു അല്ലേ കിച്ചുമോളെ? എത്രങ്ങാനും ബുക്ക് പൊതിയുന്നുണ്ട് കേട്ടോ. പുസ്തകം എടുത്ത് വെച്ചോ, ഇനി ആവശ്യം വരും. ബുക്ക് പൊതിയലൊക്കെ കഴിഞ്ഞ് പറഞ്ഞിട്ട് അത് മാറ്റി നിർത്തണ്ട. ബാക്കിയുള്ള എടുത്തൊക്കെ സ്കൂളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി എന്താ ഫുഡ് കഴിക്കണം. ഇതൊക്കെ തന്നെയാണ് പരിപാടികൾ. ക്ലാസ്സിൽ പറഞ്ഞിട്ടേ അത് വീഡിയോ ഇഷ്ടപ്പെട്ടു അടിന്ന് പറഞ്ഞ ദേഷ്യമാണ്. അടി 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 എടുക്കാനുള്ള കാട്ടുകൂട്ടിലാണ് മൊത്തം. കയറണം ഒരുങ്ങട്ട് ചൂക്കാച്ചി അത് കയറേ ഉള്ളു. വാ കളിക്കാണ് ഇഷ്ടം. സത്തേ പഠിച്ചാ പിന്നെ പോയി. കുറച്ചേരം ഇരിക്കട്ടെ അവിടെ. ഒരാൾ അവിടെ ഇരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.